നമസ്കാരം. ഉപനിഷത്ത് വീഡിയോ സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് സെൻറ്ററിങ് ചെയ്ത് ഡിസ്കഷൻ ആരംഭിക്കാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിൽ ഇരിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. ഓക്കെ. ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്ത് തുടരുകയാണ്. 2-ാമത്തെ ചാപ്റ്റർ 4-ാമത്തെ ഖണ്ഡം 1-ാമത്തെ ശ്ലോകം. സർവസ്വാപ്സു പഞ്ചവിധം സാമോപാസീത മേഘോ യത് സംപ്ലവതേ സ ഹിങ്കാരോ യത് വർഷതി സ പ്രസ്താവോ യാ പ്രാച്യ സ്യന്തതേ സ ഉദ്ഗീതോ യാ പ്രതീച്ച സ പ്രതിഹാരഃ സമുദ്രോ നിധനം. എല്ലാ ജലങ്ങളിലും ഒരുവൻ സാമനെ ഉപാസിക്കണം. മേഘം കൂടുമ്പോൾ അതൊരു ഹിങ്കാരമാണ്. മഴ പെയ്യുമ്പോൾ അത് പ്രസ്താവമാണ്. കിഴക്കോട്ടൊഴുകുന്ന ജലങ്ങൾ ഉദ്ഗീതമാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്നവ പ്രതിഹാരവും സമുദ്രം നിധാനവുമാണ്. 2-ാമത്തെ ശ്ലോകം. ന ഹാപ്സു പ്രൈത്യപ്സുമാൻ ഭവതി യതദേവം വിദാൻ സർവസ്വാപ്സു പഞ്ചവിധം സാമോപാസ്തേ. അവൻ ആ ജലത്തിൽ നശിക്കുന്നില്ല, അവൻ ജലത്തിൽ സമ്പന്നനാകുന്നു. ഇതറിയുന്നവൻ എല്ലാ ജലങ്ങളിലും ഉള്ള 5 സാമനെയും ഉപാസിക്കുന്നു. അപ്പോൾ വീണ്ടും ഛാന്തോക്യ ഉപനിഷത്ത് സാമനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ക്രിയേഷൻ്റെ അതിൻ്റെ ഉള്ളിൽ ഒഴുകുന്ന ആ സംഗീതം, അതാണ് സാമൻ. ഒഴുകുന്ന ആ ശബ്ദം. അപ്പോൾ ഈ പ്രപഞ്ചം പല തലങ്ങളിലും പല നിയമങ്ങളും ആണ് നയിക്കുന്നത് എന്ന് സയൻസും പറയുന്നുണ്ട്. നമ്മൾ മെറ്റീരിയൽ തലത്തിൽ കാണുന്ന നിയമങ്ങൾ, എനർജി തലത്തിൽ വേറെ നിയമങ്ങൾ, ന്യൂക്ലിയർ തലത്തിൽ വേറെ നിയമങ്ങൾ, ക്വാണ്ടം തലത്തിൽ വേറെ നിയമങ്ങൾ. അപ്പോൾ ഈ നിയമങ്ങൾക്കെല്ലാം ആധാരമായിട്ടുള്ള ഒരു എസെൻസായിട്ട് ഒരു നിയമം ഉണ്ടാവാം എന്നും സയൻസ് ഇപ്പോൾ ചിന്തിക്കുന്നു. അപ്പോൾ ആ എസെൻസ്, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചങ്ങളുടെ എല്ലാം എസെൻസ്, അതാണ് ശബ്ദ എന്ന് പറയുന്നത്. സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ആ ശബ്ദ, അതാണ് ഉദ്ഗീതം എന്ന് ഛാന്തോക്യ ഉപനിഷത്ത് പറയുന്നു. ഉദ്ഗീതവും ശബ്ദവും അതുതന്നെയാണ് നമ്മുടെ മാസ്റ്റർ പ്രാണസ്യ പ്രാണനായിട്ട് ട്രാൻസ്മിഷനായിട്ട് ഹൃദയത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പെർഫെക്റ്റ് മാസ്റ്ററിയുടെ എസെൻസ്. അപ്പോൾ ആ എസെൻസായിട്ട് നിലകൊള്ളുക. അങ്ങനെയാകുമ്പോൾ ഒരിക്കലും വീഴ്ച ഉണ്ടാവില്ല. ഇതാണ് ഛാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. എപ്പോഴും നമ്മൾ ആ എസെൻസിലേക്ക് കണക്റ്റഡായിട്ട് സെൻറ്റേർഡായിട്ട് ആ സ്മരണയിൽ തന്നെ എല്ലാ പ്രവൃത്തികളും നിർവഹിക്കുക. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള ജലങ്ങളുടെ അതിൻ്റെ അപ്പിയറൻസസ് കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒറിജിനൽ പ്യുവറായിട്ടുള്ള വാട്ടറാണ് എന്ന് നമ്മൾ മനസ്സിലാവുന്നു. മേഘം കാണുമ്പോൾ അതിന് മഴത്തുള്ളികൾ വരുന്നു, പ്യുവറായിട്ടുള്ള വെള്ളം. അത് പിന്നെ പുഴയായി മാറുന്നു, പിന്നെ സമുദ്രമായിട്ട് മാറുന്നു. ആ മേഘം നമ്മൾ കാണുമ്പോൾ ആ വെള്ളത്തിൻ്റെ സാധ്യത അതവിടെ പ്രകടമാകുന്നു. അതുപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടിയുടെ കാരണമായിട്ടുള്ള
അതിൻ്റെ ബീജാവസ്ഥ, അതിൻ്റെ സീഡ് ഫോം, പൊട്ടൻഷ്യാലിറ്റി, അത് മാനിഫെസ്റ്റ് ആവുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അപ്പോൾ ഈ സീഡ് ഫോം എവിടെ നിന്നുണ്ടായി? അത് ആ ഒറിജിനൽ സ്രോതസ്സിൽ നിന്നുണ്ടായിട്ടുള്ള ആ വൈബ്രേഷൻസ് നിന്നുണ്ടായി. അപ്പോൾ തുടക്കത്തിൽ ഒരു വൈബ്രേഷൻലെസ് സ്റ്റേറ്റ് ഉണ്ട്. സ്പേസിൻ്റെയും ടൈമിൻ്റെയും അപ്പുറം ഒരു വൈബ്രേഷൻലെസ് സ്റ്റേറ്റ് നമുക്ക് സങ്കല്പിക്കേണ്ട ആവശ്യമുണ്ട്. ആ വൈബ്രേഷൻലെസ് സ്റ്റേറ്റ് പ്രകടമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് വൈബ്രേഷനായിട്ട് മാറുന്നത് ഈഗോ എന്നുള്ള ആ വീൽ അതിലൂടെ കടന്നു പോകുമ്പോഴാണ്. അവിടെയാണ് ബ്രഹ്മരന്ധ്രം എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞു. അതിനു മുമ്പേ സെൻട്രൽ റീജിയൻ, അവിടെ അദൃശ്യ ജലങ്ങളാണെന്ന് ബാബുജി മഹാരാജ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും അശബ്ദ ശബ്ദ ശ്രുത് എന്നുള്ള രീതിയിൽ ആ വൈബ്രേഷൻ ക്രമേണ ക്രിയേഷനിലേക്ക് തിരിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈബ്രേഷൻസ് ഏറ്റവും സൂക്ഷ്മമായിട്ട് തലത്തിൽ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള തലം വരെ കാണുന്നു. പ്രപഞ്ചമെല്ലാം യഥാർത്ഥത്തിൽ ഒരു വൈബ്രേഷൻ തന്നെയാണ് എന്നും സയൻസ് പറയുന്നുണ്ട്. എല്ലാം യഥാർത്ഥത്തിൽ സംഭവങ്ങളാണ്, ഈവൻറ്റ്സ്. വൈബ്രേഷൻസിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് അത് മാറ്റർ ആവുന്നു, എനർജി ആവുന്നു, അതിനേക്കാളും മുകളിൽ ചിന്തകളായിട്ട് നമുക്ക് അനുഭവിക്കുന്നു. അപ്പോൾ എല്ലാം വൈബ്രേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാനിഫെസ്റ്റേഷൻസിൽ നമ്മൾ കുടുങ്ങിപ്പോവാതെ, അറ്റാച്ച്ഡ് ആവാതെ, ആ സാമനിൽ തന്നെ, ആ ശബ്ദത്തിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരിക്കലും വീഴ്ച ഉണ്ടാവില്ല. ഇതാണ് ഛാന്തോക്യ ഉപനിഷത്ത് ഇവിടെ പറയുന്നത്. അപ്പോൾ സഹജമാർഗം ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ആധ്യാത്മിക യാത്ര നമ്മൾ ഹൃദയമണ്ഡലത്തിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മനോമണ്ഡലത്തിലൂടെ കടന്ന് സെൻട്രൽ റീജിയൻ എത്തുന്നത് നമ്മൾ ആ ബീം ഓഫ് ലവിലൂടെ കടന്നു പോകുമ്പോഴാണ്. സ്നേഹം എന്നുള്ള ഒരു തരത്തിലും ചലനമില്ലാത്ത ആ ശക്തിയല്ലാത്ത ശക്തി, അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു തരത്തിലും റിയാക്ഷൻ ഇല്ലാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ബാക്കി എല്ലാത്തിനും റിയാക്ഷൻസ് ഉണ്ട്. നമുക്കൊരു പ്രതികരണം ഉണ്ടാവും. സ്നേഹത്തിന് റിയാക്ഷൻസ് ഇല്ല. സ്നേഹം പുറത്തേക്ക് ഒഴുകുമ്പോൾ സ്നേഹം തന്നെ തിരിച്ച് വരുന്നു. അതുകൊണ്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പരിശുദ്ധമായുള്ള സ്നേഹമാണ് എന്ന് സഹജമാർഗത്തിലെ മാസ്റ്ററായിട്ടുള്ള ചാരുജി മഹാരാജ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി നമ്മൾ നിർവഹിക്കുമ്പോഴും നമ്മൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് ചെയ്യണം. എങ്ങനെയാണ് സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുക? നമ്മുടെ പ്രവൃത്തികളിൽ ത്യാഗമനോഭാവം വരണം, നിസ്വാർത്ഥത വരണം. നമ്മളെപ്പോഴൊക്കെ സ്വാർത്ഥത കൊണ്ടുവരുന്നു, അവിടെ ഈഗോ ഇടപെടുന്നു, നമ്മൾ ആ സ്നേഹം തന്നെ നമ്മുടെ പ്രവൃത്തികളായിട്ട് മാറ്റുന്നു. അത് തന്നെ സ്ഥൂലമായിട്ട് മാറുന്നു. നേരെ മറിച്ചിട്ട് നമ്മൾ താഴേക്കുള്ള സ്നേഹത്തിൻ്റെ പ്രവാഹം നിർത്തിയിട്ട്, അതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. നമ്മളുടെ അഹംബോധം നമ്മുടെ തന്നെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ സ്വാർത്ഥത എന്ന് പറയുന്നു. നേരെ മറിച്ച് അതേ സ്നേഹം നമ്മൾ സേവനത്തിനായിട്ട്, ഈശ്വരൻ്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഭക്തിയായിട്ട് പരിണമിക്കുന്നു. ഖുർആൻ പറയുന്നത് നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവ് വന്നത് എന്തുകൊണ്ടാണ്? ഈശ്വരൻ നമുക്ക് സ്നേഹം തന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് സ്നേഹം ഉണ്ടാകാനുള്ള കഴിവുണ്ടായതല്ല, നമ്മൾക്ക് ആ ലഭിക്കുന്ന സ്നേഹം നമ്മൾ യഥാർത്ഥ ദിശയിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് മാസ്റ്ററുടെ ഈശ്വരൻ്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് സേവനത്തിന് ഉപയോഗിക്കുക? നമ്മളുടെ ക്രിയേഷനിൽ നമ്മൾ ഇടപെടുമ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക, സ്വാർത്ഥത ഇല്ലാണ്ട് പെരുമാറുക. നമുക്കൊന്നും ലഭിക്കണം എന്നുള്ള ആ ചിന്തയില്ലാതെ, ആഗ്രഹങ്ങളില്ലാതെയാണ് അതിൻ്റെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ സ്ഥൂലതകൾ ഉണ്ടാകുന്നില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സംസ്കാരങ്ങളെ ആ സ്നേഹത്തിൻ്റെ പ്രവാഹത്തിൽ തന്നെ അൺവൈൻഡ് ചെയ്തിട്ട് സ്നേഹമാക്കി മാറ്റുകയാണ്. അതാണ് സഹജമാർഗത്തിൽ ശുദ്ധീകരണം എന്ന് പറയുന്നത്. പ്യൂരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി കൊണ്ടുവരണം എന്നാണ് നമ്മുടെ മാസ്റ്റർ ദാജി പറയുന്നത്. എന്താണ് പ്യൂർ ആൻഡ് സിമ്പിളായിട്ടുള്ള അവസ്ഥ? പരിശുദ്ധമായിട്ടുള്ള സ്നേഹം. അപ്പോൾ ശുദ്ധീകരണം ഒരു അഭ്യാസി റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭാരക്കുറവ് അനുഭവിക്കുന്നു. കാരണം ഹൃദയത്തിൽ സ്നേഹം നിറയാണ്, ദിവ്യമായിട്ട് ക്ഷേത്രമായി മാറുകയാണ്. ആ സ്നേഹം നമ്മൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ആ ഉറവിടത്തിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ധ്യാനിക്കുന്നു, ഞാനെന്നുള്ള ഭാവം ധ്യാനിക്കുന്നു. അപ്പോൾ അങ്ങനെ ക്രമേണ ഈ സ്നേഹത്തിൻ്റെ പല ഡയമെൻഷൻസ് മാറിയിട്ട് സ്നേഹമായിട്ട് മാറുന്നു. അപ്പോൾ അതിന് ഒരുപാട് യാത്ര ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഛാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. നമ്മൾ അതിൽ തന്നെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ആ സ്മരണയിൽ പ്രവർത്തിക്കുക. ഞാൻ യഥാർത്ഥത്തിൽ പരിശുദ്ധമായിട്ടുള്ള സ്നേഹമായിട്ടുള്ള മാസ്റ്റർ തന്നെയാണ്, മാസ്റ്ററുടെ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ കളങ്കപ്പെടുത്തില്ല. എവിടെയെല്ലാമാണോ എനിക്ക് എൻ്റെ സ്വാർത്ഥ ചിന്ത വരുന്നത് അവിടെ ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു, എൻ്റെ ബ്ലെസ്സിങ്സ് ഞാൻ കൊടുക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് വലിയൊരു പ്രയറാണ് എന്നാണ് പറയുന്നത്. നമ്മളെല്ലാത്തിനോടും ഗ്രേറ്റ്ഫുള്ളാണ്, നന്ദി പ്രകടിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങൾ ഓരോന്നും നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിനെ പോളിഷ് ചെയ്ത് പ്രകടമാക്കാനുള്ളതാണ്.
നമ്മുടെ ഉള്ള ശബ്ദത്തിനെ പോളിഷ് ചെയ്ത് പ്രകടമാക്കാനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എതിർക്കല്ല ചെയ്യണം. എതിർക്കുമ്പോൾ നമ്മൾ സെൽഫിഷായി മാറണം. അപ്പോൾ എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ മാത്രമല്ല, താങ്ക്ഫുൾ ആവണം. നമ്മളവിടെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം. അതുപോലെ നമ്മുടെ ജീവിതാനുഭവങ്ങളെ ബ്ലെസ് ചെയ്യണം. നമ്മളെ ആരാണോ വേദനിപ്പിക്കുന്നത്, ഏത് അനുഭവങ്ങളാണ് നമ്മൾ വേദനിപ്പിക്കുന്നത്, ഏത് അനുഭവമാണ് നമ്മൾ സന്തോഷിക്കുന്നത്, രണ്ടുപേരെയും ബ്ലെസ് ചെയ്യണം. എല്ലാത്തിനെയും ബ്ലെസ് ചെയ്യണം എന്നാണ് പറയുന്നത്. മഹാത്മാഗാന്ധിജി അസാസിനേറ്റ് ചെയ്തപ്പോൾ കൈകൾ ഉയർന്നു എന്നാണ് പറഞ്ഞത്. ആ അസാസിനേറ്റ് ചെയ്ത ആളിനെ ബ്ലെസ് ചെയ്തുകൊണ്ട് ഈശ്വരസ്മരണയിൽ ലോകം വിട്ടുപോയി എന്നാണ് പറഞ്ഞത്. ജീസസ് ക്രൈസ്റ്റ് ക്രൂസിഫൈ ചെയ്തപ്പെട്ടപ്പോൾ ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ, ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞ് സ്നേഹിക്കുകയാണ് ചെയ്തത്. അവർക്കും ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മളുടെ യാത്രയിൽ നമുക്ക് ഈ ലോകത്തിലേക്ക് നൽകാനുള്ളത് ഈശ്വരനെയാണ്, ദൈവത്തിനാണ്, മാസ്റ്ററിനാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെപ്പോഴും നിരന്തര സ്മരണയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഛാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. അപ്പോൾ ആധ്യാത്മിക യാത്ര എന്ന് പറയുന്നത് നീണ്ട ഒരു യാത്ര എന്നുള്ള അർത്ഥമല്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, ഏത് നമ്മൾ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, അവിടെ നമുക്കത് ചെയ്യണം. വേറൊന്നും ആവേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ലൈഫിൽ ഇതാണ് എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. എനിക്കിവിടെയാണ് എൻ്റെ ആ ഹൃദയത്തിലുള്ള ആ ഈശ്വരനെ പ്രദർശിപ്പിക്കേണ്ടത്, മാസ്റ്റർ പ്രദർശിപ്പിക്കേണ്ടത്, സ്നേഹത്തെ പ്രദർശിപ്പിക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ സംതൃപ്തമായിട്ട്, അതിൽ സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സ്നേഹം തന്നെ ഗൈഡ് ചെയ്യുന്നു, വേറെ തലങ്ങളിലേക്ക് ഗൈഡ് ചെയ്യുന്നു. നമ്മളൊരിക്കലും സ്നേഹത്തെ മറച്ചു വയ്ക്കാനും പാടില്ല. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തു, ഞാൻ സമാധിയിലെത്തി, ഞാൻ ഈശ്വര സാക്ഷാത്കാരത്തിലെത്തിയെന്നുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കുന്നതിന് നമ്മൾ ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരം പറയാൻ പറ്റില്ല. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ, നിത്യജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ, എങ്കിൽ മാത്രമേ നമ്മുടെ ആധ്യാത്മിക യാത്ര അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ദിശയിൽ പോകുന്നത്. അത് അവസാനിക്കുന്നില്ല. നമ്മളങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, സ്നേഹത്തിൻ്റെ ആ പ്രവാഹത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഈശ്വരനിലേക്ക് വരുന്നു, ഈശ്വരൻ എന്നിലൂടെ പ്രപഞ്ചത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു വിദൂരമായിട്ടുള്ള, നമുക്ക് അറിയില്ല, ഒരു ഭാവിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ ആ സ്നേഹത്തിൻ്റെ തന്നെ വൈബ്രേഷനിൽ സ്പന്ദനത്തിൽ ആ ഹാർമണിയിൽ എത്തിച്ചേരും എന്നുള്ള ആ ഒരു പ്രത്യാശയോടുകൂടെ മാസ്റ്ററുടെ വർക്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക്, ഈ സ്നേഹത്തിൻ്റെ ഈ പാതയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.